ഞാനൊരു മുസ്ലിമാണ്. ഞാന് വീട് വിട്ടിറങ്ങി വന്ന് പള്ളിന്ന് പുറത്താക്കിയ അച്ഛൻ ഇല്ല, ഉപേക്ഷിച്ചു പോയത്. ചേച്ചി എന്തെങ്കിലും കഴിച്ചാ? കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോകാത്ത എന്താണ്? കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാത്ത, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ പുറത്താക്കിയത്. എക്സാം എഴുതാൻ സമ്മതിച്ചില്ല, പുറത്താക്കിയപ്പം പൈസ അടച്ച LKG. ഈ പ്രണയ വിവാഹങ്ങൾക്കൊടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന പെൺ ജീവിതങ്ങളെ കുറിച്ച് നമ്മൾ എത്രയോ തവണ സംസാരിച്ചിരിക്കുന്നു അല്ലെ. നാടും വീടും ഉപേക്ഷിച്ച് സ്നേഹിക്കുന്ന പുരുഷന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള തിരിച്ചുവരവ് ഒരു ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ്. വിവാഹ ജീവിതം തകർന്നാൽ പിന്നെ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തും. ഭർത്താവ് ഉപേക്ഷിച്ചു, വീട്ടുകാരാണെങ്കിൽ സ്വീകരിക്കില്ല. മിക്കവാറും കയറുവിരലിലും ഒക്കത്തുമായി ചെറിയ കുഞ്ഞുങ്ങൾ അവളുടെ കൂടെ ഉണ്ടാക്കും. ഈ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലോകത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ആയ കാലത്ത് പഠനത്തിന് ജോലിക്ക് ഒന്നും മുൻഗണന നൽകാതെ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതെ വളർന്നവർ, തീരെ ചെറുപ്പത്തിൽ തന്നെ സ്നേഹിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ജീവിതം തന്നെ കുട്ടിച്ചോറായി പോയ കുറെ ജന്മങ്ങൾ. അൽഫുട്ടി സൂരജിന്റെ ഒരു വീഡിയോയിലാണ് അവസാനം അങ്ങനെ ഒരു സ്ത്രീയെയും അവരുടെ 2 കുഞ്ഞുങ്ങളെയും ഞാൻ കാണുന്നത്. അൽഫുട്ടി സൂരജിനെ അറിയാലോ, തിരുവനന്തപുരത്തെ പ്രമുഖ ഫുഡ് ബ്ലോഗറാണ് പുള്ളിക്കാരൻ. ഫുഡ് ബ്ലോഗിനേക്കാളും കൂടുതൽ ഇപ്പൊ ചാരിറ്റിയിലാണ് സൂരജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരെ സഹായിക്കുന്ന വീഡിയോകൾ അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് സൂരജ് ചെയ്യുന്ന ചാരിറ്റിയെ കുറിച്ചുള്ള വീഡിയോ അല്ല, ചാരിറ്റിക്കെതിരെയുമുള്ള വീഡിയോയുമല്ല. ഇനി അങ്ങനെ വിചാരിച്ച് ആരും തെറി വിളിക്കാൻ വരണ്ട. അല്ല, ഇപ്പൊ കുറച്ചായിട്ട് അതാണല്ലോ ട്രെൻഡ്. എത്ര വലിയ ഉടായ്പാണെങ്കിലും അയാൾ ചാരിറ്റി ചെയ്യുന്നുണ്ടോ എന്നാൽ അയാളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അയാൾ എന്ത് ഉടായ്പും ചെയ്തോട്ടെ, അയാൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ. നീ ആർക്കെങ്കിലും 10 പൈസയുടെ ഉപകാരം ചെയ്യുന്നുണ്ടോടെ എന്ന ചോദ്യമാണ് പലരും ചോദിക്കാറുള്ളത്. അവർക്കുള്ള മറുപടി മുൻ വീഡിയോകളിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചാരിറ്റി ചെയ്യുന്നവരെ കുറിച്ച് എന്ത് വീഡിയോ ചെയ്താലും എന്താണ് വിഷയമെന്ന് പോലും നോക്കാതെ, വീഡിയോ മര്യാദയ്ക്ക് കാണാൻ പോലും ശ്രമിക്കാതെ തെറിയും പറഞ്ഞ് കുറെ വസന്തങ്ങൾ വരും. ചാരിറ്റി മുഴുവനും പറയേണ്ട കാര്യമില്ല, എന്ന് പറഞ്ഞാൽ മതിയാകും, വന്ന് തെറിയും പറഞ്ഞു പോകും. സോ അങ്ങനെയുള്ള ആളുകളോടാണ് ഇത് ചാരിറ്റിക്കെതിരെയുള്ള വീഡിയോ അല്ല. ഒരു സ്ത്രീ 2 മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ, അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അൽഫുട്ടി സൂരജിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആളുകളുടെ നിസ്സഹായാവസ്ഥയെ വീഡിയോ എടുത്ത് പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ആത്മാഭിമാനമുള്ള ആളുകൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ ആത്മാഭിമാനം പൊഴുങ്ങി തിന്നാ വിശപ്പ് മാറൂലല്ലോ. അതുപോലെ തന്നെ ഈ കാലത്ത് ആളുകൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സാഡ് BGM ഒക്കെ ഇട്ട് ഒരു വീഡിയോ സെറ്റ് ആക്കൽ നിർബന്ധമാണ്. ഈ വീഡിയോ കണ്ടിട്ടാണ് ഇവർക്ക് സഹായം കിട്ടുക. വീഡിയോ കണ്ട ആളുകളുടെ മനസ്സ് എത്രത്തോളം അലിയുന്നുവോ അത്രത്തോളം സഹായം കിട്ടും. അതാണ് അവസ്ഥ, വേറെ വഴിയില്ല. ഇവിടെ ഈ സൂരജിന്റെ വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. ഓൾറെഡി പബ്ലിക് ആയ വീഡിയോ ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. 2 ദിവസമായി ഞങ്ങളൊന്നും കഴിച്ചില്ല. ചേച്ചി ഇതൊരു ചലഞ്ചാണ്. ചേച്ചിക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ആ പൈസ ചേച്ചിക്ക് കിട്ടും. രാവിലെ മുതൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ചേച്ചി ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ ചേച്ചിക്ക് പൈസ കിട്ടും. 2000 ഉണ്ട്, 3000 ഉണ്ട്, 5000 ഉണ്ട്. ചേച്ചിക്ക് അതുകൊണ്ട് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. 2 പേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ചേച്ചി എന്തെങ്കിലും കഴിച്ചാ? ഷജിമി. ഓക്കെ, ഇതാണ് ഷജിമി. ആക്ച്വലി അൽഫുട്ടി സൂരജ് ഈ സ്ത്രീകളെയും കുട്ടികളെയും വഴിയിൽ വെച്ച് കണ്ടപ്പോ എന്നാ പിന്നെ ഒരു മണി ചാലഞ്ച് എടുത്തേക്കാം എന്നും വെച്ച് അവരുടെ അടുത്തേക്ക് പോയതല്ല കേട്ടോ. ഏതോ ആളുകൾ വഴി സൂരജ് ഇവരുടെ അവസ്ഥകളെ കുറിച്ച് അറിയുകയും അങ്ങനെ അവരെ തേടി അടുത്തേക്ക് പോവുകയുമാണ് സൂരജ് ചെയ്തത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാരണം ഈ സ്ത്രീയും കുട്ടികളും ഇപ്പൊ ജീവിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ബാലരാമപുരമാണ് ഇവരുടെ ശരിക്കുമുള്ള നാട്. ഒരു തമിഴനുമായി സ്നേഹത്തിലാവുകയും അങ്ങനെ നാടും വീടും വിട്ട് ആളുടെ കൂടെ ഇറങ്ങി പോവുകയുമായിരുന്നു ഷജിമി. അങ്ങനെയാണ് അവൾ തമിഴ്നാട്ടിൽ എത്തുന്നത്. അങ്ങനെ തമിഴനെ വിവാഹം ചെയ്ത് ഷജിമി തമിഴ്നാട്ടിൽ തന്നെ ജീവിതം തുടങ്ങി. തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഷജിമിയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഷജിമിയും ആ 2 പിഞ്ചു മക്കളും വഴിയാധാരമായി. പക്ഷേ ഷജിമി വെറുതെ ഇരുന്നില്ല. മക്കളെ പോറ്റണല്ലോ, അതിനുവേണ്ടി അവൾ തുണിക്കച്ചവടം ചെയ്തു, മറ്റു പല ജോലികളും ചെയ്തു. പക്ഷെ അതിനിടയിൽ ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. കുറച്ചു കാലത്തേക്ക് ജോലി അവസ്ഥയായി. അതോടെ അവളും മക്കളും പട്ടിണിയായി. പഴം കഞ്ഞിയും ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു കുറെ ദിവസങ്ങളായി ഈ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം. ദാഹിക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കും, വിശക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കും. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന സമയത്താണ് സൂരജ് വരെ തേടി വരുന്നത്. എന്താണ് സൂരജിന്റെ വീഡിയോയുടെ ബാക്കി കൂടി കണ്ടുനോക്കാം. ചേച്ചി എന്തെങ്കിലും കഴിച്ചാ? ഷജിമി. എന്താ കഴിക്കാത്ത? ആക്സിഡന്റ് ആയതിനു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടിന്റെ റെന്റ് കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ്. വീട്ടു ഓണർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇല്ല, ഉപേക്ഷിച്ചു പോയത്. നിങ്ങൾ 3 പേരും ഒന്നും കഴിച്ചിട്ടില്ലേ? അല്ല, വീട്ടിൽ അരി അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്? ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. ഞാന് വീട് വിട്ടിറങ്ങി വന്ന് പള്ളിന്ന് പുറത്താക്കിയ ശ്രമിച്ചത്. കാരണം എന്റെ മോൾ അങ്ങനെ വിശക്കുന്നുണ്ടെന്ന് ഒരു നിവർത്തിയില്ല.
ഇവരുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. കേരളത്തിൽ ഇവർക്ക് സ്വന്തമായി നാടും വീടും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. അതിനെക്കുറിച്ച് ഇവർ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്യമതസ്ഥനുമായി ഒളിച്ചോടി പോകുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിൽ എന്താണോ സംഭവിക്കാറുള്ളത് അത് തന്നെയാണ് ഷെജിമയുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പട്ടിണി കിടന്ന് മരിക്കാറായിട്ടും അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മിക്കവാറും ഷെജിമയും വീട്ടുകാരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഷെജിമി തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയേനെ. അല്ലെങ്കിൽ അവളുടെ ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ വീട്ടുകാർ അവളെ സ്വീകരിച്ചേനെ. ആ മക്കളെ ഓർത്തെങ്കിലും ഷെജിമയെ തിരിച്ച് സ്വീകരിക്കണമെന്നാണ് ഷെജിമയുടെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഷെജിമയുടെയും മക്കളുടെയും ജീവനും ജീവിതവും അല്ലേ ഇപ്പൊ നമുക്ക് വലുത്. അതുപോലെ പള്ളിയിൽ നിന്നും പുറത്താക്കിയെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ പള്ളിക്കാരെ തന്നെ മുൻകൈ എടുത്ത് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഷെജിമയെ കുറിച്ച് ഓർക്കണ്ട, ആ മക്കളെ കുറിച്ച് ഓർത്താൽ മാത്രം മതി. ഈ അന്യമതത്തിലുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയതിന് ഷെജിമയെ പള്ളിയിൽ നിന്നും പുറത്താക്കിയെന്ന് വെച്ച് പഠിച്ചോ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തരാൻ പോകുന്നില്ല. പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ആ കുഞ്ഞുങ്ങളൊന്ന് സഹായിച്ചാൽ അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ജീവിതം സെറ്റാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള കൂലി പഠിച്ചോ നിങ്ങൾക്ക് തരും, അത് ഉറപ്പാണ്. ഒരാളെ പുറത്താക്കാനും മാറ്റി ഓടിക്കാനും ഒക്കെ എളുപ്പമാണ്, തിരിച്ചു വിളിക്കാനും ചേർത്ത് നിർത്താനുമാണ് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പഠിച്ചോ പ്രീതിപ്പെടുന്നത്. പൊറുക്കാൻ പറ്റുന്ന തെറ്റ് അവിടെ ഷെജിമി ചെയ്തിട്ടുള്ളൂ. അവൾക്ക് ഒരു സെക്കൻഡ് ചാൻസും കൂടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷെജിമിയുടെ വീട്ടുകാരോ പള്ളിക്കാരോ ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും അവളെ തിരിച്ചു വിളിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയാണ് നോക്കാം. എന്തെങ്കിലും കഴിച്ചാടാ നീ? ആഹാരം കഴിച്ചേ? അപ്പൊ എന്തായാലും ഇതൊരു ചലഞ്ച് ആയിട്ട് വന്നതാണ്. ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ തൊടുക. കളർ തൊട്ട് കഴിഞ്ഞാൽ അതിലൊരു പൈസ ഉണ്ട്, ആ പൈസ നിങ്ങൾക്ക് കിട്ടും. ചേച്ചി അത് തൊട്ടത് 5000 രൂപയാണ്. ചേച്ചി 5000 രൂപയാണ് തൊട്ട്, ഇപ്പൊ 5000 രൂപ. അപ്പൊ ഈ 5000 പൈസ കിട്ടി കഴിഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കും. രാവിലെ എന്റെ മോള് വിശന്ന് കരയുമായിരുന്നു. എന്തെങ്കിലും അമ്മ വിശക്കെന്ന് വെച്ചാൽ ചായ കേട്ടപ്പോഴത്തേക്ക് പച്ചവെള്ളം ഞാൻ അതിനെ ശ്രമിച്ചത് ഒത്തിരി. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ ഒരു പാവം ചെയ്തു. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ വിജയിച്ചിരിക്കുകയാണ്. 5000 രൂപയാണ് ചേച്ചിക്ക് പ്രൈസ് അടിച്ചിരിക്കുന്നത്. 5000 രൂപ ഒന്നുമില്ലാതെ കൈ ഒന്നുമില്ലാതിരുന്നതാ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനെങ്കിലും ഉള്ള കാശ് എനിക്ക് കിട്ടി. അത് വളരെ സന്തോഷമുണ്ട്. ഇതാണ് നീ കഴിക്കാൻ പോണേ? രണ്ടുപേരും രാവിലെ വാരി കഴിച്ചതാ ഇത്. ഇതാണ് നിങ്ങൾ രാവിലെ വാരി കഴിച്ചേ? കട പോയിട്ട് 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരവോ ഒരു രാത്രിത്തേക്കെന്ന് ചോദിച്ചെന്നു. വളരെ ഉപകാരമുണ്ട്. കാരണം എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സൂരജിന്റെ വീഡിയോ കണ്ട ഭൂരിഭാഗം ആളുകൾ സൂരജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സൂരജിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ടും ഒക്കെ കമന്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ചില ആളുകൾ ഇത് ഒരു ഉടായ്പാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഉടായ്പാണെന്ന് പറയുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച സംഗതി എന്ന് പറയുന്നത് ഷെജിമയുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. വീഡിയോയിൽ ഉടനീളം ഷെജിമയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. അത് ഐഫോൺ ആണെന്നാണ് പലരും പറയുന്നത്. ഇങ്ങനെ ഒരു ഐഫോൺ കയ്യിൽ വെച്ചിട്ടാണ് മക്കൾ പട്ടിണിയാണെന്നും പറഞ്ഞ് കരയുന്നത്. മക്കളുടെ വിശപ്പിനേക്കാളും വലുതാണ് ഒരു ഐഫോൺ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കമന്റുകൾ സൂരജിനെ ശ്രദ്ധയിൽപ്പെടുകയും അതിന് മറുപടി എന്നാണ് സൂരജ് മറ്റൊരു വീഡിയോ കൂടി ചെയ്യുകയും ഉണ്ടായി. നമ്മൾ എന്തായാലും ആ വീഡിയോ കൂടി കണ്ടുനോക്കാം. അപ്പൊ തൊട്ട് മുന്നേറ്റ വീഡിയോക്കുള്ള കമന്റിനുള്ള റിപ്ലൈ ആണ്. നിങ്ങൾക്ക് ന്യായമായ ഒരു മറുപടി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തരണം. എന്നാലും നിങ്ങളുടെ കണ്ടുപിടുത്തം എന്തായാലും അടിപൊളിയായിട്ട്. പിന്നെ നീയാണല്ലോ അവർക്ക് ഐഫോൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്തത്. ആണോ? ഇതാണ് നീ കഴിക്കാൻ പോണേ? രണ്ടുപേരും രാവിലെ വാരി കഴിച്ചതാ ഇത്. ഇതാണ് നിങ്ങൾ രാവിലെ വാരി കഴിച്ചേ? ആണോ? അടുത്തുപോലും നിൽക്കാൻ പറ്റില്ല, നാറും. വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ ആകെ ഉള്ളത് ഇത് തന്നെ. വേറെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു സാധനവും. പിന്നെ ഈ ബിസ്ക്കറ്റ് തന്നെയാണ് ഇനി വൈകുന്നേരം തിന്നാൻ വേണ്ടിട്ട് അവള് വെച്ചിരിക്കുന്നത്. ഈ ബിസ്ക്കറ്റാ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഇനി വൈകുന്നേരത്തേക്ക് വെച്ചിരിക്കുന്നതായി കഴിക്കാൻ വേണ്ടിട്ട്. രാവിലെ ചായ ചോദിച്ചപ്പോ പച്ചവെള്ളം, ഞാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോ പച്ചവെള്ളം കോരി കുടിച്ചത് അവര്. വൈകിട്ട് ഇത് കഴിക്കണം ചോദിച്ചു. ഇത് കഴിക്കാൻ വേണ്ടിട്ട് അതിന് വെച്ചേക്കണം. അവൻ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവള് വാങ്ങിച്ചു വെച്ചതാ, ഇതേ ഉള്ളു വൈകുന്നേരത്തേക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് തീർന്നു. അതുകൊണ്ട് വൈകിട്ടത്തേക്ക് അവള് കൊണ്ട് മറച്ചു വെച്ചിരുന്നതായി ഇപ്പൊ എടുത്തോണ്ട് വന്ന്. ബിസ്ക്കറ്റ്. എന്റെ വിഷമം കണ്ടിട്ട് അവർ ഈ ഫോണ് തന്നിട്ട് കാസർഗോഡാ പോയേക്കുന്നത്. അവര് ഇനിയിപ്പോ വരും, ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ വരും. നിങ്ങളുടെ ഫോണല്ല? എന്റെ ഫോണല്ല, ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഇതാ. ഇതില് നമ്പർ വന്നാലൊന്നും അറിയാൻ പറ്റൂല.
ഇങ്ങോട്ട് വരണ കോള് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമ്പർ അടിക്കണമെങ്കിൽ കാണാത്തോണ്ട് വേറെ കോളെല്ലാം മാറി മാറി പോകും. അതുകൊണ്ടാ തൽക്കാലത്തേക്ക് അവർ ആ ഫോണ് തന്നിട്ട് പോകും. കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോകാത്തെന്താണ്? കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാത്ത, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ പുറത്താക്കിയത്. എക്സാം എഴുതാൻ സമ്മതിച്ചില്ല, പുറത്താക്കിയപ്പം പൈസ അടച്ചാൽ LKG. അപ്പം പൈസ അടച്ചാലേ ഇനി സ്കൂളിൽ എടുക്കുള്ളൂ. ഇങ്ങനെ പിടിച്ച് ഉയർത്തിയാൽ മാത്രമേ ഇങ്ങനെ ഉയരത്തുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് ഉയർത്താൻ പറ്റത്തില്ല. ഈ ഒരു കൈയിന്റെ സഹായത്തിൽ തന്നെയാണ്. നമ്മള് ബാത്റൂമിൽ പോയാൽ കൂടെ അവൻ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതെല്ലാം. 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. അത് എന്റെ മോളുടെ അരങ്ങാണം, വെള്ളി അരങ്ങാണം കിടന്നതിനെ കൊണ്ടുപോയി വിറ്റാ കൊടുത്തത്. ഇവരെ 2 പേർക്ക് വെള്ളി അരങ്ങാണം കിടന്നത് കൊണ്ടുപോയി വിറ്റാ ഞാൻ കൊടുത്തത്. തനിച്ചൊരു പെണ്ണ് ഒരു വീട്ടിലിരിക്കുന്നാലും അടുത്തുള്ളവരൊക്കെ സംസാരിക്കുന്നതെല്ലാം മോശമായിട്ട് സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ച് ആരും വരക്കമില്ല, ഞങ്ങളും ആരെയും തേടി പോകത്തില്ല. അപ്പൊ മൊബൈൽ ഫോൺ ആരോ തന്നതാണെന്നുള്ളതാണ് ഷെജിമി പറയുന്നത് അല്ലെ? ഷെജിമിയുടെ കയ്യിലുള്ളത് ആക്ച്വലി സാധാരണ ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു. അത് കേടായ സമയത്ത് ആരും ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാണ് ഈ പുതിയ മൊബൈൽ ഫോൺ. അത് ഐഫോൺ ആണെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പലരും അങ്ങനെ കമന്റ് ചെയ്യുന്നത് കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഐഫോൺ ആവാനുള്ള ചാൻസ് കുറവാണെന്നുള്ളതാണ്. കണ്ടാൽ ഐഫോണിനെ പോലെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും മൊബൈൽ ഫോൺ ആയിരിക്കും. കാരണം ഐഫോൺ ആരും ദാനമായി വാങ്ങിക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പട്ടിണി മാറ്റാനും വാടക കൊടുക്കാനുമുള്ള പൈസ കൊടുത്ത് സഹായിക്കുമെന്നല്ലാതെ പട്ടിണി എടുക്കുന്നവർക്ക് ആരെങ്കിലും ഐഫോൺ വാങ്ങിക്കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ജെനുവിൻ ആണെന്ന് കരുതുന്നവർ ആ കുടുംബത്തെ സഹായിക്കുക. ആൽഫ്രഡ് ഡി സൂരജിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അയാൾ ഷെജിമിയുടെ അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ കേട്ട് കുറെ ആൾക്കാർ പറയും, നീ ഞങ്ങൾ ആരെയും സഹായിക്കാൻ ഉപദേശിക്കേണ്ട, അതിന് മുമ്പ് നീ ആദ്യം ഒരാളെ സഹായിക്കാൻ നോക്ക് എന്ന് പറയും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്തെ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പലരെയും സഹായിക്കാറുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാറില്ല, വീഡിയോ എടുക്കാറുമില്ല. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർ മാത്രമല്ല ലോകത്ത് ചാരിറ്റി ചെയ്യുന്നത്. ഇവരെക്കാളും 100 ഇരട്ടി ചാരിറ്റി ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരൊക്കെ പക്ഷെ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ പാവങ്ങളുടെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാണ്. അത്രയേ ഉള്ളൂ. എന്ന് കരുതി സൂരജിനെ പോലെ വീഡിയോ ചെയ്യുന്നവർ മോശമായ കാര്യമാണ് ചെയ്യുന്നത് എന്നല്ലോ ഞാൻ പറയുന്നത്. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. അതിന് അതിന്റേതായ നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. എന്നാലും ഈ പാവങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് വശം ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള നെഗറ്റീവ് വശങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മുഖമുഖി കാണിച്ച് വീഡിയോ ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ സഹായിക്കത്തുള്ളൂ. സോ വേറെ വഴിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പ്രത്യേക ടോപ്പിക് വീണ്ടും കാണാം.